Good morning, students. So, first module, real analysis paper in first module, continuous functions module in the last session ആണ് monotone and inverse function. Last section ബാക്കി ഇപ്പോൾ നമ്മൾ monotone and inverse function എന്നായിരുന്നു ലാസ്റ്റ് സെക്ഷൻ. അതിൽ മോണോട്ടോൺ ഫംഗ്ഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ എന്താണ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എയിലെ ഏതൊരു എലമെന്റിനെയും അതിന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്തു, തിരിച്ച് ഈ എഫ് ഓഫ് എനെ എയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1 ആയിരിക്കണം. നിങ്ങൾ എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ റേഞ്ച് സെറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ബി തന്നെ ആവുക വേണം. അതായത് ഓൺ ടു ആണെങ്കിലാണ് എഫ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ ബി ആവുക. ഓൺ ടുവിന്റെ കേസ് പറഞ്ഞില്ലെങ്കിലും എഫ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ എഫ് 1 ആണെങ്കിൽ, എഫ് 1 ഫംഗ്ഷൻ ആണെങ്കിൽ ഐ ക്യാൻ ഡിഫൈൻ എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഇസ് ഡിഫൈൻഡ് ആൻഡ് എഫ് ഇൻവേഴ്സ് വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം റേഞ്ച് സെറ്റ് ഓഫ് എഫ് ടു ഡൊമെയിൻ ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ റേഞ്ച് സെറ്റ് ഓഫ് എഫിൽ നിന്ന് എയിലേക്ക് ഉള്ള ഈ മാപ്പിംഗ് ഏതാണ്? മാപ്പിംഗ് എഫ് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെന്റ്. ഇവിടെ ഒരു എലമെന്റ് എക്സ് എടുക്കുകയാണ്, ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു എക്സ് ആണ്. ഏതാണ് ഈ എക്സ്? ഈ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ആവുന്ന എക്സ് ആണ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണേ. ഇതൊരു ഫംഗ്ഷൻ ആവണമെങ്കിൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഫ് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെന്റ് ഇസ് യുണീക്ക് എന്ന് പറയണം. ഒരേ ഒരു ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഒരു എലമെന്റിന് ഒരേ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ എഫ് ഷുഡ് ബി 1 1. സോ എഫ് 1 ആണെങ്കിൽ, എഫ് ഇൻജെക്റ്റീവ് ആണെങ്കിലാണ് ഇറ്റ് ഇസ് ഇൻവേർട്ടിബിൾ. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആൻ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. Inverse of an injective function is denoted by f inverse, and it is defined from range of the function f to domain of f, defined as f inverse of x is equal to y, where y is such that f of y is equal to x. And note that f is invertible if and only if f is injective. That 1 ആവണം. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? Distinct elements have distinct images. If you take two elements from the domain which are distinct, not equal, then the images f of x and f of y are also distinct, not equal. വേറൊരു കാര്യം നോട്ട് ചെയ്യാവുന്നത്, നമ്മളത് ഫസ്റ്റ് സെമസ്റ്റർ ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എ സ്ട്രിക്ട്ലി മൊണോട്ടോണിക് ഫംഗ്ഷൻ ഇസ് ഓൾവേസ് ഇൻജെക്റ്റീവ്. സ്ട്രിക്ട്ലി മൊണോട്ടോണിക് ഇൻക്രീസിങ്ങോ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻജെക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രൂഫ് എന്താണ്? സപ്പോസ് എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ കൺസിഡർ ടു ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഫ്രം ദ സെറ്റ്. ഡൊമൈനിൽ നിന്ന് x1 x2 എടുത്തു, x1 നോട്ട് ഈക്വൽ ടു x2. അപ്പോൾ x1 നോട്ട് ഈക്വൽ ടു x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ either x1 is less than x2 or x1 is greater than x2. ഓക്കെ, അപ്പോൾ കേസ് 1 x1 is less than x2. x1 less than x2 ആണെങ്കിൽ ഫംഗ്ഷൻ മോണോട്ടോണിക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയതുകൊണ്ട് എഫ് ഓഫ് x1 വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് x2. ഇനി x1 ആണ് വലുതെങ്കിലോ x2 ചെറുതാണ്, x2 ലെസ് ദാൻ x1 ആണ്. x2 ലെസ് ദാൻ x1 ആണെങ്കിൽ സിൻസ് എഫ് is strictly increasing, എഫ് ഓഫ് x2 will be strictly less than എഫ് ഓഫ് x1. അപ്പോൾ in either case, either എഫ് ഓഫ് x1 is strictly less than എഫ് ഓഫ് x2 or എഫ് ഓഫ് x2 is strictly less than എഫ് ഓഫ് x1. എന്താണെങ്കിലും എഫ് ഓഫ് x1 and എഫ് ഓഫ് x2 are never going to be equal. That is, distinct elements have distinct images or the function is injective. So strictly increasing function is injective. Similarly, strictly decreasing function ആണെങ്കിലും injective ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, now what about continuity of the inverse? Inverse function, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ അടുത്തൊരു തിയറത്തിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം. ദ തിയറം സേസ് ദാറ്റ് ഒരു സ്ട്രിക്ട്ലി മൊണോട്ടോൺ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണെങ്കിൽ, സ്ട്രിക്ട്ലി മൊണോട്ടോൺ ഫംഗ്ഷൻ ഡിഫൈൻഡ് on an interval is continuous, then the inverse function is also strictly monotone and continuous. അപ്പോൾ എപ്പോഴും അല്ല, പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്ട്രിക്ട്ലി മൊണോട്ടോണിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും
കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കും ഓൺ ആൻ ഇന്റർവെൽ തന്നെയാണെന്നുള്ളത് നേരത്തെ നമ്മൾ പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽ തിയറം വെച്ചിട്ട് പറയാൻ പറ്റും. അത് നമുക്ക് ഇതാണ് കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. സപ്പോസ് യു ഹാവ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഫ്രം ഐ ടു ആർ. ദെൻ പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽ തിയറം പറയുന്നതനുസരിച്ചിട്ട് ഈ റേഞ്ച് സെറ്റ് f of I is also an interval. Since f is continuous, range of continuous function maps intervals to intervals എന്നുള്ള തിയറം വെച്ചിട്ട് f of I എന്നുള്ള റേഞ്ച് സെറ്റും ഇന്റർവെൽ ആയിരിക്കും. ആ സെറ്റിനെ ഞാൻ J എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇത്തിരി മുന്നേ നോട്ട് ചെയ്തായിരുന്നു സ്ട്രിക്ട്ലി മൊണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ഇൻജക്റ്റീവ് ആയിരിക്കും, 1 ആയിരിക്കും. അതുകൊണ്ട് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് ഫംഗ്ഷനെ ഞാൻ എഫ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷനെ ഞാൻ ജി എന്ന് വിളിക്കുകയാണ്. ജി വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം ദ റേഞ്ച് സെറ്റ് ഓഫ് എഫ് ടു ദ ഡൊമൈൻ ഓഫ് എഫ്. ഹിയർ റേഞ്ച് ഓഫ് എഫ് ഇസ് ഡിനോട്ടഡ് ബൈ ജെ ആൻഡ് ഡൊമൈൻ ഓഫ് എഫ് ഇസ് ഡിനോട്ടഡ് ആസ് ഐ. അപ്പോൾ ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം ജെ ടു ഐ. ഐ ഇന്റർവെൽ ആണ്. പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽ തിയറം വെച്ചിട്ട് ജെയും ഇന്റർവെൽ ആണ്. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്ന ജെയിൽ നിന്ന് ഐയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് ഈ ജി ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്ന ജി is also strictly increasing, monotonic increasing ആയിരിക്കുന്നു, അതുപോലെ കണ്ടിന്യൂസ് ആയിരിക്കും. 2 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ജി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ 2 പോയിന്റ്സ് എടുത്തു, y1 y2 ഫ്രം ദ ഡൊമൈൻ ഓഫ് ജി, ദാറ്റ് ഇസ് ജെ. ജെ എന്ന് പറയുന്ന എഫ് ഓഫ് y ആയതുകൊണ്ട് ഈ y1 എന്ന് പറയുന്നത് സം എഫ് ഓഫ് x1 എഴുതാൻ പറ്റും ഫോർ സം പോയിന്റ് x1, ആൻഡ് y2 എന്ന് പറയുന്നത് എഫ് ഓഫ് സംതിങ്, എഫ് ഓഫ് സം x2 ആണ്. x2 വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എങ്കിൽ നമുക്ക് ഈ x1 ലെസ് ദാൻ x2 എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആയിരിക്കും. കാരണം ഫംഗ്ഷൻ എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എഫ് ഓഫ് x1 ആണ് എന്ത്? എഫ് ഓഫ് x1 ആണ് നമ്മുടെ y1. അപ്പോൾ എഫ് ഓഫ് x2 ആണ് y2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y2 എന്ന് കിട്ടി. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? y1 ലെസ് ദാൻ y2 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ y1 ലെസ് ദാൻ y2 ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ആയേ പറ്റുള്ളൂ. ബിക്കോസ് അതർവൈസ് x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു x2 ആണെങ്കിൽ y1 വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു y2 സിൻസ് എഫ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. നൗ x1 ലെസ് ദാൻ x2 എന്ന് കിട്ടി. ഇനി വാട്ട് ഇസ് x1? x1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി y1 is f of x1 എന്ന് പറഞ്ഞാൽ x1 is f inverse of y1, അതായത് g of y1 ആണ് നമ്മുടെ x1. x2 എന്ന് പറഞ്ഞാൽ g of y2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് x1 ലെസ് ദാൻ x2 എന്നാണ്. അതായത് g of y1 ലെസ് ദാൻ g of y2 എന്ന് കിട്ടി. Okay, so since y1 and y2 are arbitrary elements of J with y1 less than y2, we can conclude that whenever we have 2 points in J with y1 less than y2, g of y1 is less than g of y2. Okay, that is G is strictly increasing എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്യാനുണ്ട് നമ്മുടെ കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറത്തിൽ. ജി ഇസ് ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് കണ്ടിന്യൂസ് ഓൺ ജെ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അടുത്ത് നമുക്ക് ജി ഇസ് കണ്ടിന്യൂസ് ഓൺ ജെ എന്നും കൂടെ പ്രൂവ് ചെയ്യണം. കണ്ടിന്യൂസ് എങ്ങനെ പ്രൂവ് ചെയ്യുക? കണ്ടിന്യൂസ് പ്രൂവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ജമ്പ് 0 എന്നാണ് നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. Given that domain of f I is an interval. ഓക്കെ, ഐ എന്ന് പറയുന്ന ഇന്റർവെൽ ആണ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് എഫിൽ നിന്ന്, അതായത് ജെയിൽ നിന്ന് ഡൊമൈൻ ഓഫ് എഫ് ആയ ഐയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ജി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഓൺ ജെ. Assume to the contrary that G is discontinuous at a point C in J. ഓക്കെ, സി എന്നുള്ള പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുന്നു. കോൺട്രഡിക്ടറി ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ ജമ്പ് ഇസ് നോൺ സീറോ. ജമ്പ് ഓഫ് ജി അറ്റ് സി ഇസ് നോൺ സീറോ. ഇനി ജി എന്ന് പറയുന്നത് മൊണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജമ്പ് എന്താണെങ്കിലും നോൺ നെഗറ്റീവ് ആയിരിക്കും, ഐദർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടു 0 അല്ല എന്ന് വെച്ചാൽ ജമ്പ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ജമ്പ്? റൈറ്റ് ലിമിറ്റ് മൈനസ് ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ റൈറ്റ് ലിമിറ്റ് മൈനസ് ലെഫ്റ്റ് ലിമിറ്റ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 മീൻസ് റൈറ്റ് ലിമിറ്റ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ലിമിറ്റിന്റെയും ലെഫ്റ്റ് ലിമിറ്റിന്റെയും ഇടയ്ക്കുന്ന ഒരു നമ്പർ എടുക്കുകയാണ്, എക്സ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ. ഏതാണ് ചെറുത്? ലെഫ്റ്റ് ലിമിറ്റ് ആണ് ചെറുത്. ലെഫ്റ്റ് ലിമിറ്റ് കഴിഞ്ഞിട്ട്
സ്ട്രിക്ട്ലി വലുതാണ് റൈറ്റ് ലിമിറ്റ്. അപ്പൊ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുകയാണ് എക്സ് എന്ന് പറഞ്ഞിട്ട്. ഈ എക്സ് ജി ഓഫ് സി അല്ലാത്ത ഒരു എലമെന്റ് എടുക്കുക. എന്താ കാര്യം? ജി ഓഫ് സി എന്ന് പറഞ്ഞിട്ട് അല്ലാത്ത ഒരു എലമെന്റ് എക്സ് എടുക്കാൻ പറ്റുന്ന എന്താണ്? ജി ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് ദർ ഇസ് എ ഗ്യാപ്പ്, ദർ ഇസ് എ ജംപ് അല്ലെ, ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. ആ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിൽ ജി ഓഫ് സി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ജി ഓഫ് സി അല്ലാത്ത ഒരു പോയിന്റ് എക്സ് എടുക്കുന്നു. ഓക്കെ, സോ എക്സ് is strictly bigger than the left limit at C and it is strictly less than the right limit at G, right limit of G at C. അങ്ങനെയാണെങ്കിൽ x has the property that x is not equal to g of y for every y in J. അതായത് ലെഫ്റ്റ് സി എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ഫംഗ്ഷൻ വാല്യൂസ് ജി വാല്യൂസിനേക്കാളും വലുതാണ് എക്സ്. സി എന്നുള്ള പോയിന്റിന്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ ഫംഗ്ഷൻ വാല്യൂസിനേക്കാളും ജി വാല്യൂസിനേക്കാളും ചെറുതാണ് എക്സ്. അത് സി എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ അല്ല. പറയണ മനസ്സിലാവണ്ടോ? നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് എന്നുള്ള പോയിന്റ് ഒരു ഫംഗ്ഷന്റെ മോണോട്ടോണിക് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ ഇപ്പൊ ഈ പോയിന്റ് സി ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ്, ഇത് റൈറ്റ് ലിമിറ്റ്, ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇതിന്റെ അകത്ത് ജി ഓഫ് സി എവിടെയെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ ജി ഓഫ് സി എന്ന് പറയുന്നത് ഇവിടെ വല്ലയിടത്തായിരിക്കോട്ടെ. സി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് ഇത് ജി ഓഫ് സി ആണ്, ഇത് ലെഫ്റ്റ് ലിമിറ്റ് ആണ്. ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടി മൈനസ് ജി ഓഫ് എക്സ് ആണ്. ഇത് റൈറ്റ് ലിമിറ്റ് ആണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് ജി ഓഫ് എക്സ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ജി ഓഫ് സിയും അല്ലാത്ത ഒരു പോയിന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ്. എക്സ് എന്ന് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല എക്സ് നോട്ട് എന്ന് എടുക്കാം, അല്ലെ ഡി എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ എക്സ് നോട്ട് എന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ലിമിറ്റ് ആണ് സി എന്നുള്ള പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിലെ ഏറ്റവും ചെറിയ പോയിന്റ്. ഈ ഫംഗ്ഷൻ വാല്യൂസിൽ ഏറ്റവും ചെറുത്. സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോയിന്റ്സിലുള്ള ഫംഗ്ഷൻ വാല്യൂസിൽ ഏറ്റവും വലുതാണ് ഈ ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റിനേക്കാളും വലിയ പോയിന്റ് ആണ് എക്സ് നോട്ട് എന്ന് വെച്ചാൽ സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ പോയിന്റ്സിലെയും ഫംഗ്ഷൻ വാല്യൂസിനേലും വലുതാണ്. സിയുടെ റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ ഫംഗ്ഷൻ വാല്യൂസിനേക്കാളും ചെറുതാണ്. ഓക്കെ, ഈക്വൽ ഒന്നും ആവണില്ല. ജി ഓഫ് സിനോടും ഈക്വൽ അല്ല. അപ്പോ ജി ഒരു ഫംഗ്ഷൻ വാല്യൂവും എക്സ് നോട്ടിനോട് ഈക്വൽ അല്ല. ഓക്കെ, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ പോയിന്റ് വൈ സച്ച് ദാറ്റ് ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വാല്യൂ അല്ല. ജി ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടൊരു വൈ ഇല്ല. ഓക്കെ, സോ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഞാൻ എടുത്തത് എക്സ് നോട്ടിനോ എക്സ് എന്നാണ് എഴുതിക്കുന്നത്. എക്സ് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് എക്സ് നോട്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ എവറി വൈ ഇൻ ജെ. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എവിടെയില്ല, എന്തിലില്ല? റേഞ്ച് ഓഫ് ജിയിൽ ഇല്ല. എന്താണ് റേഞ്ച് ഓഫ് ജി? ഐ ആണ്. ഐയിൽ ഇല്ല. ഐ എന്തായിരുന്നു? ഒരു ഇന്റർവെൽ ആയിരുന്നു അല്ലേ? ഐ ഒരു ഇന്റർവെൽ ആയിരുന്നു. ഐയിലുള്ള രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും ഐയിൽ ഉണ്ടാവണം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ആണെങ്കിലും റൈറ്റ് ലിമിറ്റ് ആണെങ്കിലും ഫംഗ്ഷൻ വാല്യൂ ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന ഐയിലെ പോയിന്റ്സ് ആണ്. ആ ഐയിൽ ഇല്ലാത്ത ഒരു പോയിന്റ്, ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ഐയിൽ ഇല്ലാണ്ട് വരാന്ന് പറഞ്ഞാൽ ഐ ഇസ് നോട്ട് ആൻ ഇന്റർവെൽ. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഐ ഒരു ഇന്റർവെൽ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് പോയിന്റ്സ് ഐയിലുള്ള ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റും ഐയിൽ തന്നെ ഉണ്ടാവണം. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഐയിൽ ഇല്ല എന്ന് പറയുന്നത് വിൽ കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് ഐ ഇസ് ആൻ ഇന്റർവെൽ. ദിസ് കോൺട്രഡിക്ഷൻ വിൽ ലീഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ജി ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ജെ. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം പറയുന്നത് ഇഫ് യു ഹാവ് എ strictly monotonic continuous function defined on an interval, its inverse exists and the inverse will also be a strictly monotonic continuous function on the range set of f.
ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ട്രിക്ട്ലി മോണോട്ടോണിക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു. ഈ റേഞ്ച് സെറ്റ് ഓഫ് എഫും ഒരു ഇന്റർവെൽ ആയിരിക്കുമെന്ന് പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽ തിയറം വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, കാരണം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ 1 ആണ്. 1 ആയതുകൊണ്ട് ഇൻവേർട്ടിബിൾ ആണ്, അതുകൊണ്ട് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും. ഇൻവേഴ്സിന്റെ ഡൊമെയിൻ ആണ് നമ്മുടെ റേഞ്ച് ഓഫ് എഫ്, അത് ഇന്റർവെല്ലും ആണ്. അതൊക്കെ നമുക്ക് പറയാൻ പറ്റി. നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടെ പ്രൂവ് ചെയ്യണം. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് ജി എന്നുള്ള ഇൻവേഴ്സ്, അതുപോലെ തന്നെ അത് കണ്ടിന്യൂസും ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് 2 പോയിന്റ്സ് എടുക്കുന്നു, y1 ഉം y2 ഫ്രം ദ ഡൊമെയിൻ ഓഫ് g which is j. Suppose that y1 is less than y2, then we can prove that x1 is also less than x2. കാരണം x1 greater than or equal to x2 ആണെങ്കിൽ f of x1 greater than or equal to f of x2 ആവും. That will lead to the conclusion that y1 is greater than or equal to y2. അത് ജസ്റ്റ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് കിട്ടും. എഫ് ഇൻക്രീസിംഗും ആണെന്നുള്ള ഡെഫിനിഷൻ. ജി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ജി കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് അസ്യൂം ചെയ്യണോ. അപ്പോൾ നമുക്ക് ജമ്പ് നോൺ സീറോ എന്ന് പറയാം. ആ പോയിന്റിൽ ജമ്പ് നോൺ സീറോ എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണെന്ന് പറയാം. അതായത് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് ദാറ്റ് പോയിന്റും റൈറ്റ് ലിമിറ്റ് അറ്റ് ദാറ്റ് പോയിന്റും ഈക്വൽ അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിന്ന് നമ്മളൊരു പോയിന്റ് എക്സ് നോട്ട് എടുക്കുന്നു. ഇവിടെ എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ആ പോയിന്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഒരു ജി ഓഫ് ഐനോടും ഈക്വൽ അല്ല എന്ന് കിട്ടും ഫോർ എവറി വൈ ഇൻ ജെ. അതായത് എക്സ് എന്നുള്ളത് റേഞ്ച് ഓഫ് ജിയിലെ എലമെന്റ് അല്ല. അതായത് റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഐ ആണ്, എക്സ് ഇസ് നോട്ട് ഇൻ ഐ എന്ന് കിട്ടും. ബട്ട് വിച്ച് വിൽ കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് ഐ ഇസ് എൻ ഇന്റർവെൽ. Therefore this is not true. G is our assumption is wrong. G is continuous at every point of J, continuous on J. That is continuous inverse theorem. അല്ലെ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോഡൊമൈനിലെ എലമെന്റ്സിനെ റേഞ്ച് സെറ്റിലെ എലമെന്റ്സിനെ അതിന്റെ പ്രീമേജസിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതൊരു ഫംഗ്ഷൻ ആവണമെങ്കിൽ the given function should be a 1-1 function. അപ്പോൾ function f is invertible if and only if it is injective. Invertible if and only if it is injective. അത് നമുക്കറിയാം. ആൻഡ് the inverse, f inverse is a function from range of f to domain of f defined as f inverse of x is equal to y if and only if f of y is equal to x. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മൊണോട്ടോണിനെയും ഇൻവേഴ്സിനെയും ഒന്ന് കണക്ട് ചെയ്തിട്ട്, അതായത് സ്ട്രിക്ട്ലി മൊണോട്ടോൺ ഫംഗ്ഷൻസ് ഇൻവേർട്ടിബിൾ ആയിരിക്കും, കാരണം ഇൻജക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ട് ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കണ്ടിന്യൂറ്റിനെ പറ്റി വല്ലതും പറയാൻ പറ്റുമോ എന്ന്, കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. കാരണം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇൻജക്റ്റീവ് ആണെന്ന് അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻജക്റ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല, ഇൻജക്റ്റീവ് അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് തന്നെയില്ല. അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് ആണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം പറയുന്നത് ഇഫ് യു ഹാവ് എ സ്ട്രിക്ട്ലി മൊണോട്ടോൺ ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഇൻജക്റ്റീവ് ആണ് എന്ന് മാത്രമല്ല, അതിന്റെ ഇൻവേഴ്സും ഇൻജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസും കൂടിയാണെങ്കിൽ ഈ പറയുന്ന ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല, അതും സ്ട്രിക്ട്ലി മൊണോട്ടോണും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയാം. അതായത് ഒരു ഫംഗ്ഷൻ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്, സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ. അപ്പോൾ സ്ട്രിക്ട്ലി മൊണോട്ടോൺ എന്ന് പറയുമ്പോൾ തന്നെ ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് ഇൻജക്റ്റീവ്, അത് നമ്മൾ പറയണമെന്നില്ല. ഓക്കെ, സ്ട്രിക്ട്ലി മൊണോട്ടോണും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, മാത്രമല്ല ആ ഇൻവേഴ്സും സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ അവിടെയും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നതിൻ്റെ അത് ഇൻജക്റ്റീവ് ആണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്, അത് പറയുന്നില്ല അടുത്ത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ സ്ക്വയർ റൂട്ട്, അതുപോലെ nth റൂട്ട് ഫംഗ്ഷൻ ഒന്ന് കാണാൻ പോവാണ്. nth റൂട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി nth പവർ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ്, നമുക്കറിയാം. അപ്പൊ nth റൂട്ട് ഫംഗ്ഷൻ എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെയാണ്, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിന്റെ ഇൻവേഴ്സിനെ കുറിച്ച് പറയണേ, കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് സ്ട്രിക്ട്ലി മൊണോട്ടോണും കണ്ടിന്യൂസും ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. എനിക്ക് കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് അതിന്റെ ഇൻവേഴ്സും കണ്ടിന്യൂസും സ്ട്രിക്ട്ലി മൊണോട്ടോണും ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മൾ nth റൂട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് nth പവർ ഫംഗ്ഷൻ f of x equal to x raised to n ന്റെ ഇൻവേഴ്സ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ f ഇൻവേഴ്സ് അല്ലെങ്കിൽ g എന്ന് എഴുതാണ് ഇവിടെ g of x is equal to x raised to 1 by n എന്നാണ് നമ്മൾ എഴുതുന്നത് x raised to 1 by n അല്ലെങ്കിൽ nth root of x എന്ന് പറഞ്ഞാൽ എന്താണ് g of x is equal to അല്ലെങ്കിൽ x raised to 1 by n is equal to y if and only if x is equal to y raised to n അത് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ട് കേസിലാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഇത് ഇൻവേർട്ടിബിൾ അല്ല. സപ്പോസ് യു ഹാവ് n എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആണ്, നിങ്ങൾക്ക് അറിയാലോ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ ഹോൾ റിയൽ ലൈൻ ഇറ്റ്സ് നോട്ട് ഇൻവേർട്ടിബിൾ. അത് ഇൻജെക്റ്റീവ് അല്ല. ഒരു എലമെന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ പ്രീമേജസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ 4 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ -2ഉം 2ഉം രണ്ട് പ്രീമേജസ് ഉണ്ട്. -2ന്റെ 2ന്റെ ഇമേജ് 4 തന്നെയാണ് f of x equal to x സ്ക്വയർ എന്നാണെങ്കിൽ. അപ്പൊ ഇത് ഇൻജെക്റ്റീവ് അല്ല അല്ലെങ്കിൽ 1 അല്ല. അതുകൊണ്ട് തന്നെ f ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. അല്ലെങ്കിൽ എനിക്ക് പറയാം f ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഓക്കെ. പിന്നെ എപ്പോഴാണ്, പിന്നെ അതുപോലെ അതിന്റെ മൊണോട്ടോണിസിറ്റി നോക്കിയാൽ ഈ ഫംഗ്ഷൻ മൊണോട്ടോണിക് അല്ല ഓൺ ദ ഹോൾ റിയൽ ലൈൻ. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം അപ്ലൈ ചെയ്യാനും പറ്റില്ല. മൊണോട്ടോൺ ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ എനിക്ക് സ്ട്രിക്ട്ലി മൊണോട്ടോണും കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ആ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവേഴ്സിന്റെ കണ്ടിന്യൂറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എങ്ങനെയാണോ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ വേറെ ഏതൊരു എക്സ് റേസ് ടു ഈവൻ പവേഴ്സിന്റെ ഗ്രാഫ് എടുത്താലും ചിലപ്പോൾ ഒരു കോൺട്രാക്ഷൻ ഒന്നെങ്കിൽ ഇത്തിരി ഒന്ന് ചുരുങ്ങിയിരിക്കുന്നോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നോ അല്ലെങ്കിൽ കുറച്ചൊന്ന് എക്സ്പാൻഡഡ് ആയിട്ടിരിക്കണ പോലെ തോന്നുന്നൊക്കെ ഉള്ളൂ. എന്താണേലും എക്സ് റേസ് ടു എനി ഈവൻ പവർ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് റിയൽ ലൈനിൽ നോക്കാം. ഹോൾ റിയൽ ലൈനിൽ നോക്കണതിന് പകരം f of x equal to 0 infinity, f of x is equal to x raised to n on the set 0 infinity നോക്കിക്കഴിഞ്ഞാൽ it will be where n is even n is even ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അത് ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള, ഞാൻ വരയ്ക്കുമ്പോൾ ഒരു വിറവലുണ്ട്, അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാവും. So that you can apply monotone means continuous inverse theorem. It's a strictly increasing function and it is continuous and strictly increasing ആയതുകൊണ്ട് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇൻവേഴ്സും സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും കണ്ടിന്യൂസും ആയിരിക്കും. ഓക്കെ. അതേസമയം അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഹോൾ റിയൽ ലൈനിൽ തന്നെ ഇൻക്രീസിങ് ആണ്. ഫോർ എക്സാമ്പിൾ എക്സ് ക്യൂബിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയായിരിക്കുന്നത്. So it's a strictly increasing function. അപ്പോൾ x raised to odd powers എടുത്തു കഴിഞ്ഞാൽ if n is odd, f of x equal to x raised to n for every x അല്ലെങ്കിൽ on the whole real line it is strictly on the whole real line is strictly monotone and continuous, so that it is invertible and the inverse is also strictly monotone and continuous on the whole real line when n is odd. അപ്പോൾ n odd ആണെങ്കിൽ എനിക്ക് r ൽ തന്നെ ഇൻവേർട്ടിബിൾ ആണ്. n ഈവൻ ആണെങ്കിൽ ക്ലോസ് ടു 0 ഇൻഫിനിറ്റി എന്നുള്ള പോസിറ്റീവ് റിയൽ ലൈനിൽ ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് എഴുതിയേക്കുന്ന വായിക്കാം. കേസ് 1 when n is even. When n is even, the nth power function f of x equal to x raised to n on the interval I is equal to 0 infinity is strictly increasing and hence 1 1. Moreover, f is continuous on I. Since polynomial functions are all continuous, we have proved. So nth power function is continuous function. Now by continuous inverse theorem, its inverse exists and the inverse is also strictly increasing and continuous on the range set of f. Let it be denoted by j. We usually denote this function by g of x is equal to x raised to 1 by n or nth root of x. We can show that this range set is also equal to 0 infinity. നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, range set of f എന്ന് പറയുന്നത് 0 infinity ആണ്. So that ഇത് inverse also is a function from 0 infinity to 0 infinity എന്ന്
നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽസ് തിയറം J എന്ന് പറയുന്നത് is the image of an interval I. I is the interval close to 0, infinity. So the continuous image of an interval is also an interval. So J is also an interval by preservation of intervals theorem since F is continuous. Moreover, if you take an element from 0 infinity, clearly x is greater than or equal to 0, so that x raised to n is greater than or equal to 0. That is f of x is greater than or equal to 0. That means f of x is belonging to the interval 0 infinity. That is, for every x, its image is in 0 infinity. That is, range set of f is actually contained in close to 0 infinity. തിരിച്ച് റേഞ്ച് സെറ്റ് ഓഫ് എഫ് ഈക്വൽ ടു 0 ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ ഏതൊരു 0 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെല്ലിൽ ഏതൊരു പോയിന്റും റേഞ്ച് സെറ്റിലെ പോയിന്റ് ആണെന്ന് പറയണം. സോ ഫോർ ദാറ്റ് ടേക്ക് എൻ എലമെന്റ് ഫ്രം 0 infinity. Then by Archimedean property you can say that there exists a natural number greater than y. Then since the given function f is f in the property and f, and what is f? F of x is equal to x raised to n. So 0 is nothing but f of 0. K is less than or equal to k power n since n is a positive even integer. So this is equal, k raised to n is equal to f of k. That is, f is a continuous function on the interval 0 infinity, so that it's a continuous function on the closed interval 0k, closed and bounded interval 0k, and y is an intermediate value between f of 0 and f of k, so that by Bolzano's intermediate value theorem, the continuous function f assumes every intermediate value between f of 0 and f of k, so that there exists a point c in between 0 and k such that f of c is equal to y. That means y is equal to y is the image of an element c. Image of an element means y is element of the range set. അപ്പോൾ നമുക്ക് 0 ഇൻഫിനിറ്റിയിലെ ഏതൊരു y എടുത്താലും ഇറ്റ് ഇസ് ഇൻ ദ റേഞ്ച് സെറ്റ് എന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് 0 ഇൻഫിനിറ്റി is the range of f. Range of f is equal to close to 0 infinity. അതായത് inverse of the function is which is known as the nth root function is let it be denoted by g, and g is a function from close to 0 upon infinity to close to 0 upon infinity, and it is written by g of x is equal to x power 1 by n or nth root of x, and it is defined as g of x is equal to x raised to 1 by n is equal to y if and only if y raised to n is equal to x. അതിന് ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. വെൻ n is even, എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് പോലെ, പക്ഷെ ആസ് എ ഹോൾ റിയൽ എന്താ പറയാ, ഓൺ ദ ഹോൾ റിയൽ ലൈൻ അതിനെ ആ ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ അത് ഇൻവേർട്ടിബിൾ അല്ല, ബട്ട് it's invertible, strictly monotone and continuous on the interval close to 0 upon infinity, so that it is invertible there. The inverse is also, you can see that inverse is also a strictly monotone and continuous function. Inverse ഇരിക്കുന്ന ഇൻവേഴ്സിന്റെ ഗ്രാഫും കൂടെ നിങ്ങൾക്ക് കാണാം. ഇതേ സമയം when n is odd, you can see that the function defined on the power function, nth power function defined on the whole real line itself is strictly monotonic, increasing and is continuous. So that by continuous inverse theorem, it has an inverse which is also strictly increasing and continuous. And the graph ingane undavu, x raised to n ന്റെ പവർ ഫംഗ്ഷൻ, nth പവർ ഫംഗ്ഷന്റെ ഗ്രാഫാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതായത് nth റൂട്ട് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ബോത്ത് ആർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് കണ്ടിന്യൂസ് ഓൺ ദ ഹോൾ റിയൽ ലൈൻ. ഓക്കെ, ഇതാണ് nth റൂട്ട് ഫംഗ്ഷനെ പറ്റി പറയാം. nth റൂട്ടും nth പവറും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ റാഷണൽ പവേഴ്സ്. അതായത് എക്സ് റേസ് ടു എ റാഷണൽ നമ്പർ m by n എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് റേസ് ടു 1 by n ദ ഹോൾ റേസ് ടു m എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതായത് if x is a positive number, and then x raised to m by n, where m and n are integers. അപ്പോൾ അതിൽ ഞാൻ
random natural numbers ആണെങ്കിൽ, if m n natural numbers ആണെങ്കിൽ, I can define this as nth root of x ന്റെ mth power ആയിട്ട് define ചെയ്യാം. The negative x power minus m by n നും നമുക്ക് define ചെയ്യാം. അപ്പോൾ it is defined as x raised to 1 by n the whole raised to minus m, where x is strictly positive. Now this is same as the next theorem says that this is same as x raised to m the whole raised to 1 by n. nth root of x raised to m എടുത്താലും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് x raised to minus m the whole raised അല്ല x raised to minus m the whole raised to 1 by n എന്ന് എഴുതിയാലും ഒക്കെ both are the same. അല്ലെങ്കിൽ x raised to minus m എന്ന് പറയാം, x raised to m the whole raised to 1 by n the whole raised to minus 1 എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് next theorem says that you can express these rational powers in two ways. X raised to m 1 by n the whole raised to m is same as x raised to m the whole raised to 1 by n. അത് നമുക്കത് എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അതായത് നമുക്കറിയാം if m and n are integers, x raised to m the whole raised to n is x raised to m into n, which is same as x raised to n into x raised to m the whole raised to m. So if we write അതായത് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തു. This is how we define rational powers. Next theorem പറയുന്നത് ഇങ്ങനെയാണ്. If m is an integer and n is a natural number, if m is an integer and n is a natural number, x is greater than 0, then x raised to m by n is x raised to m the whole raised to 1 by n. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. x raised to m by n is defined as x raised to n 1 by n the whole raised to m. അപ്പോൾ നമുക്ക് let y be x raised to m by n. അതായത് it is defined to be x raised to 1 by n the whole raised to m. പ്രൂവ് ചെയ്യേണ്ടത് y തന്നെയാണ് x raised to m the whole raised to n 1 by n പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ it is equivalent to prove that y raised to n is equal to x raised to m എന്ന് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ y എന്താണ്? y എന്ന് പറഞ്ഞാൽ x raised to m by n അല്ലെങ്കിൽ x raised to 1 by n the whole raised to m. അപ്പോൾ y raised to n എന്ന് പറഞ്ഞാൽ x raised to 1 by n the whole raised to m the whole raised to n. It is x raised to 1 by n the whole raised to mn. mn is same as nm, so you can write this is x raised to 1 by n the whole raised to nm. This is x raised to 1 by n the whole raised to n the whole raised to m. This is x raised to 1 the whole raised to m, so you get x raised to m. അതായത് you get y raised to n is equal to x raised to m എന്ന് കിട്ടുന്നു. That means y is equal to x raised to m the whole raised to 1 by n. പ്രത്യേകിച്ച് ഒന്നുമില്ല, രണ്ട് തരത്തിലും ഡിഫൈൻ ചെയ്യാൻ അത്രേ ഉള്ളൂ കാര്യം. So that's all about rational powers in your textbook. So our first module is over.